എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെയധികം പോഷക ഗുണങ്ങളുള്ള മുരിങ്ങയില കൊണ്ടാണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. കറി തയ്യാറാക്കുന്നതിനായിട്ട് കുക്കറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. പരിപ്പ് പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് വേവാൻ ആവശ്യമായ ഒരു 200 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് അധികം വേണ്ടവർക്ക് 1-2 പച്ചമുളക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിച്ചെടുക്കാം. 2 വിസിലടിച്ചിട്ട് കുക്കറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മൂടിയൊന്ന് തുറന്നു നോക്കിയപ്പോഴേക്കും പരിപ്പെല്ലാം ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത് പോവാത്ത ഇല എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. കുറച്ച് ഇളം ഇല ഉപയോഗിച്ച് തയ്യാറാക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. മുരിങ്ങയില ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇല വേവാൻ ആവശ്യമായ 100 ml വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയൊന്ന് വെന്ത് കിട്ടാനായി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. മൂടി തുറന്നതിന് ശേഷം നമുക്ക് ഇല വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില നന്നായി സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർക്കാനുള്ളത്. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയിലേക്ക് ഒരു 100 ml വെള്ളം കൂടി ചേർത്ത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് ഇളം തേങ്ങ എടുക്കാതെ ആവശ്യത്തിനൊന്ന് മൂത്ത തേങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തേങ്ങയൊന്ന് വെന്ത് കിട്ടാനായി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് മൂടിയൊന്ന് തുറന്നു നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ തേങ്ങ പച്ചമണമെല്ലാം മാറി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. കുറുകിയ ചാറോടുകൂടിയ കറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ കുറുകിയ കറി വേണ്ടവർക്ക് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിയിലേക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടിയാൽ 5 ചെറുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ 2 വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇലക്കറി ആയതുകൊണ്ട് തന്നെ മറ്റുള്ള കറികൾ താളിക്കുന്ന പോലെ കടുകും കറിവേപ്പിലയും ഒന്നും ഈ ഒരു കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ചെറിയുള്ളി നന്നായി വഴറ്റി ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് നല്ലൊരു ഭംഗിക്കായിട്ട് ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. മുരിങ്ങയില കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്